കഴിഞ്ഞ മെയ് 27 ശ്രീമതി വീണ വിജയൻ്റെ തിരുവനന്തപുരത്തുള്ള ഓഫീസിൽ EDയുടെ റെയ്ഡ് നടന്നു. അപ്പോൾ അവിടെ അന്ന് ശ്രീ പിണറായി വിജയനും ആ വീട്ടിലുണ്ടായിരുന്നു. അച്ഛനല്ലേ, വീട്ടിലിരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ അത് കാരണം അവിടെ ബാക്കി കുറേ DYFIക്കാരെ എല്ലാം കൂടെ വിളിച്ചു കൂട്ടി അവിടുന്ന് ഇറങ്ങി വന്ന EDക്കാരുടെ കാറും, അതായത് പാവങ്ങളുടെ വേറെ പ്രൈവറ്റ് പാർട്ടിയുടെ കാറാണ്, അവർ വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്നതാണ്, അതെല്ലാം ഇടിച്ചു പൊളിച്ചു റെഡിയാക്കി. ആ ഇടിച്ചവന്മാരെല്ലാം ഏതായാലും ഒരു 10-65 ദിവസം സുവാസമായിരുന്നു ജയിലിൽ. അപ്പോൾ വാസമൊക്കെ കഴിഞ്ഞിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ. ഇനിയിപ്പം വീണ്ടും ശ്രീ MV ഗോവിന്ദൻ്റെ പ്രസ്താവന വന്നിട്ടുണ്ട്. അത് കണ്ടുകൊണ്ടായി എനിക്ക് ചിരി വന്നു. ഇത് ഞങ്ങൾ രാഷ്ട്രീയ പരമെന്ന് പറയേണ്ട കാര്യമില്ല, അത് തെറ്റാണ്. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ മതി, രാഷ്ട്രീയ പരം എന്നൊരു വാക്കില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിഘണ്ടുവിൽ രാഷ്ട്രീയ പരമാണ്. അധ്യാപകനല്ലേ, ശരിയായിരിക്കും, എനിക്കായിരിക്കും തെറ്റുപറ്റുന്നത്. രാഷ്ട്രീയപരമായി എല്ലാം കൂടെ നേരിടും എന്നുള്ളതാണ് അതിനെ. എന്തോ എങ്ങനെ രാഷ്ട്രീയപരമായി നേരിടുമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഈ പാവങ്ങളെ വിളിച്ചിറക്കി, ഇനി വീട്ടിൽ നിവൃത്തിയില്ലാത്തവന്മാരെ ഇറക്കി ഈ വല്ലവരുടെയും വണ്ടി ഇടിച്ച് പൊളിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വീണ്ടും ഒരു എങ്ങനെയായാലും സുവാസം ഒരു 10-60 ദിവസത്തേക്ക് ഉറപ്പായിട്ട് അവന്മാർക്ക് കിട്ടും. അവൻ്റെയൊക്കെ വീട്ടിൽ കിടന്ന് കഷ്ടപ്പെടും ആളുകൾ. അതുകൊണ്ടായിരിക്കാം ഇനി അതെന്തായാലും പോട്ടെ, സാരമില്ല. ഇപ്പോൾ ഇത് പറയാനുള്ള സംഭവം എന്താണെന്നറിയോ? കോഴിക്കോട് പല സ്ഥലങ്ങളിൽ EDയുടെ റെയ്ഡ് നടന്നു. ശ്രീ വീണ തൈക്കണ്ടിയുടെ എക്സാലോജിക്കുമായിട്ടുള്ള പ്രശ്നത്തിലാണ്. എക്സാലോജിക്കിന് ആവശ്യമില്ലാതെ പണം ഈ കരിമണൽ ഖനനം അതിന് CMRL നിന്ന് കൊടുത്തു. ആ കൊടുത്തത് വെറുതെ കൊടുത്തതാണെന്നുള്ളത് വന്നു. അത് മുഖ്യമന്ത്രിയുടെ മോളായതുകൊണ്ട് കൊടുത്തതാണെന്നും കർത്ത പറയുന്നുണ്ട്. ബാക്കി ഇനിയിപ്പോൾ പക്ഷെ അതൊന്നുമല്ല, വലിയ സേവനം കൊടുത്തതിൻ്റെ ആണെന്ന് ശ്രീമതി വീണ തൈക്കണ്ടിയും അതുപോലെ ശ്രീ പിണറായി വിജയനും ഒക്കെ ഓരോരം പറയുന്നുണ്ട്. കമ്പനിയുടെ ഇടപാടാണ്, മറ്റേതാണ്. അവസാനം പിന്നെ എന്താ ചെയ്തതെന്ന് സേവനം എന്താണെന്ന് ചോദിച്ചപ്പോൾ അത് അറിഞ്ഞൂടാ. അപ്പോൾ വീണയും ആകെ പ്രശ്നത്തിനായി. ഏതായാലും വെറുതെ കിട്ടിയതാണ്, അത് അനധികൃതമായിട്ട് കൊടുത്തതാണെന്നുള്ളതിന് ഏതാണ്ട് തെളിവ് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് മെയ് 27 ഈ പറഞ്ഞ പോലെ തിരുവനന്തപുരത്ത് ആ റെയ്ഡ് നടത്തിയത്. അന്ന് അവിടുന്ന് ഒരു ചുവന്ന കവറുള്ള ഒരു ഡയറി ഇവർക്ക് തെരച്ചിൽ കിട്ടി. അപ്പോൾ ഈ റെയ്ഡ് നടത്തുന്നതുകൊണ്ട് ചില പ്രയോജനങ്ങളുണ്ട്. ആ റെയ്ഡ് കിട്ടിയപ്പോൾ അതിനകത്ത് കുറച്ച് ആളുകളുടെ പേരിൽ പണം എക്സാലോജിക്കിൽ നിന്ന് കൈമാറ്റം ചെയ്തതായിട്ടുള്ളതിൻ്റെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഒന്ന് നിഖിൽ, പിന്നെ വാരിസ്, അതുപോലെ ഷൈജൽ, പിന്നെ ഫൈജാസ് എന്ന് പറയുന്ന ഇത്രയും ആളുകളുടെ പേർക്ക് പണം കൊടുത്തു. ഇവരെല്ലാം നമ്മുടെ പഴയ മന്ത്രി ഇപ്പോഴത്തെ MLA മുഹമ്മദ് റിയാസിൻ്റെ, അതായത് വീണ തൈക്കണ്ടിയുടെ ഭർത്താവിൻ്റെ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ്. അപ്പോൾ വീണ പറഞ്ഞത് ഇതിൽ ഒരാൾ വീണയുടെ സുഹൃത്താണെന്ന് പറഞ്ഞു. അത് മിക്കവാറും ഉദ്ദേശിച്ചത് ഈ ഷൈജലിനെ ഉദ്ദേശിച്ചായിരിക്കാനാ സാധ്യത. അങ്ങനെ പല റെയ്ഡുകൾ നടത്തിയ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ വെളിവായി. 2023 ഒരു പാർട്ണർഷിപ്പ് സ്ഥാപനം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 2023. അപ്പോൾ ഈ കഴിഞ്ഞിട്ട് ഈ പ്രശ്നമൊക്കെ അങ്ങോട്ട് കൊടുമ്പിരി കൊണ്ട് തുടങ്ങുന്ന സമയത്താണത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അത് വീണയുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്, പാർട്ണർഷിപ്പ് സ്ഥാപനം. അത് ആ സ്ഥാപനത്തിൻ്റെ പേര് ലേക്കർ ഇന്ത്യ കോർപ്പ് എന്നാണ്. ലേക്കർ ഇന്ത്യ കോർപ്പ്. അതിന് കോഴിക്കോട് അഡ്രസ്സാണ് ലേക്കർ ഇന്ത്യ കോർപ്പിന്. അതിന് ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇത് രജിസ്റ്റർ ചെയ്തതിന് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതായത് അവർക്ക് ഗോഡൗൺ, അതുപോലെ വെയർഹൗസ്, പിന്നെ ഹോൾസെയിൽ റീറ്റെയിൽ കച്ചവടം എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും അതുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ലാതെ മെഡിക്കൽ ഉപകരണങ്ങൾ കൊടുക്കുന്ന ഒരു സ്ഥാപനമായിട്ട് ആണ് അതിൻ്റെ ബിസിനസ് നോക്കിയപ്പോൾ കണ്ടത്. അപ്പോൾ ഇതിൽ ഈ ഷൈജൽ എന്ന് പറയുന്ന ആൾ, അയാൾ ഈ നേരത്തെ പറഞ്ഞ ആൾ, അയാൾക്ക് ഒരു സ്ഥാപനമുണ്ട്, ഡെൻ്റൽ ആൻഡ് സർജിക്കൽ എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്നുണ്ട്. അതിൻ്റെ ഉപകരണങ്ങളാണ് ഡെൻ്റൽ ആൻഡ് സർജിക്കൽ ഉപകരണങ്ങൾ, മെഡിക്കൽ ഉപകരണങ്ങൾ. അപ്പോൾ അയാളായിരിക്കും ഇതിനകത്ത് അടുത്ത പാർട്ണർ. അതുകൊണ്ടായിരിക്കാം ഇവിടെ ഈ സർജിക്കൽ ഉപകരണങ്ങളാണ് ഇവിടെ വിതരണം, അതായത് വ്യാപാരം നടത്തിയേക്കുന്നതെന്നുള്ളതിൻ്റെ തെളിവ് ഇവർക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രമല്ല, ഈ ലേക്കർ ഇന്ത്യ കോർപ്പറേഷന്, അതിൻ്റെ ലേക്കർ ഇന്ത്യ കോർപ്പ് എന്നുള്ളതിന് അതിൻ്റെ എൻ്റെ അക്കൗണ്ട്സ് പരിശോധിച്ചപ്പോൾ
അതിൽ 15,57,414 രൂപ 2023 ഈ അക്കൗണ്ടിലുണ്ട്, ഈ ലേക്കർ ഇന്ത്യ കോർപ്പിന്. അപ്പോൾ ഏതായാലും ശരി, ഇതിൻ്റെ ഇപ്പോൾ ഈ പറയുന്ന ആളുകളുടെ എല്ലാം അവർക്കൊക്കെ പണം അയച്ചേക്കുന്നത് കൊണ്ടാണ്. അതിൻ്റെ ഉറവിടം അറിയണം, എങ്ങനെ പണം കിട്ടിയെന്ന് അറിയണം. മാത്രമല്ല 1,78,00,000 രൂപ എക്സാലോജിക്കിൽ നിന്ന് പോയിട്ടുണ്ട് ഇങ്ങനെ. അത് എങ്ങോട്ട് പോയെന്നുള്ളത് അന്വേഷിക്കേണ്ടത് EDയുടെ ചുമതലയാണ്. അതിനാരും എതിർത്തുകൊണ്ട് കാര്യമൊന്നുമില്ല. അത് റിയാസിൻ്റെ അക്കൗണ്ടിൽ പോകണമെങ്കിൽ റിയാസിനെ ചോദ്യം ചെയ്യണം, അതെ, അല്ലെങ്കിൽ റെയ്ഡ് നടത്തണം. അതുപോലെ റിയാസിൻ്റെ കൂട്ടുകാരുടെ പേരിൽ ആ പണം പോയേക്കുന്നതെങ്കിൽ അവരെ നോക്കണം, അവരുടെ അവിടെ നിന്ന് തെളിവെടുക്കണം. അതിൻ്റെ ചുമതല അവർക്കുണ്ട്, EDക്കുണ്ട്, അത് അവർ ചെയ്യും. അതിന് അവരെ തടഞ്ഞുകൊണ്ട് കാര്യമൊന്നുമില്ല. ആ തടയണം എന്ന് പറയുന്നത് വലിയ വിവരക്കേടുമാണ്. ഇനി അതുപോലെ തന്നെ ഇതിനകത്ത് സംഭവിച്ചേക്കുന്ന ഇപ്പോൾ നിഖിൽ എന്ന് പറയുന്ന ആളുടെ വീട് ഫ്ലാറ്റും അത് 2 ED സെർച്ച് ചെയ്തു, റെയ്ഡ് ചെയ്തു. അതുപോലെ തന്നെ ഷൈജലിൻ്റെ ഈ സ്ഥാപനം മെഡിക്കൽ ആൻഡ് സർജിക്കൽ ആ സെൻറ്റർ, ആ സ്ഥാപനം റെയ്ഡ് ചെയ്തു. പിന്നെ വാരിഷിൻ്റെ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്ന് പറയുന്ന സ്ഥാപനമുണ്ട്, അത് റെയ്ഡ് ചെയ്തു. പിന്നെ ഫൈജാസിൻ്റെ വീട് റെയ്ഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് റെയ്ഡ് ചെയ്തിട്ട് ഇനി ഇപ്പോൾ യഥാർത്ഥത്തിൽ EDയുടെ കയ്യിൽ നിന്ന് മനസ്സിലാക്കുന്ന കാര്യങ്ങൾ മാധ്യമങ്ങൾ മനസ്സിലാക്കിയത്, ഇനി ഈ റിയാസിനെ ചോദ്യം ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഈ പണം എങ്ങോട്ട് പോയെന്ന്. അപ്പോൾ റിയാസ് പറയുന്നത് ഒരു നേതാവിൻ്റെ മകൾ, രാഷ്ട്രീയത്തിലെ ഉന്നത നേതാവിൻ്റെ മകളായിപ്പോയി, അതുപോലെ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഭാര്യയായിപ്പോയി എന്നുള്ള കാരണം കൊണ്ട് വളരെ വിദ്യാസമ്പന്നയായ ഒരു സ്ത്രീക്ക് ഒരു ബിസിനസ് നടത്തിക്കൂടാ, വ്യാപാര സ്ഥാപനം നടത്തിക്കൂടാ എന്ന് പറയുന്നത് ശരിയാണോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. ഒരു കുഴപ്പമില്ല, സ്ഥാപനം എത്ര വേണമെങ്കിലും നടത്താം. പക്ഷേ ഈ സംസ്ഥാനത്തിൻ്റെ പണവും അതുപോലെ തന്നെ പഴയ മുഖ്യമന്ത്രിയുടെ മോള്, അന്നത്തെ മുഖ്യമന്ത്രിയുടെ മോളെന്നുള്ള ആ പരിഗണനയും വെച്ചുകൊണ്ട് ആരുടെ കയ്യിൽ നിന്നും പണം പിടിച്ചു പറിക്കാനോ ഈടാക്കാനോ പാടില്ല, കൈക്കൂലി വാങ്ങാനും പാടില്ല, അഴിമതി നടത്താനും പാടില്ല. അല്ലാതെ ബിസിനസ്സൊക്കെ നടത്താം, ഒരു കുഴപ്പമില്ല ചെയ്യുന്നതിൻ്റെ. വളരെ അറിവുള്ള ബിസിനസ്സൊക്കെ ചെയ്യാം. പക്ഷേ ഈ രീതിയിൽ ബിസിനസ് ചെയ്യാൻ പാടില്ല. CMRL നിന്ന് കരിമണൽ കടത്ത നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റിനോടുള്ള ഷെയറുള്ള കമ്പനിയാണ്. അതിൽ നിന്ന് ഈ പണം അനധികൃതമായിട്ട് വാങ്ങിയെടുത്തത് എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ വലിയ ഒഫൻസാണ്. പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ചുള്ള ഒഫൻസാണ്. അപ്പോൾ അത് വാങ്ങിയെടുത്തേക്കുന്നവരുടെ പേരിലൊക്കെ ആ കേസ് നിൽക്കും. അതിന് ഈ കൊഞ്ഞനം കുത്തിക്കൊണ്ട് യാതൊരു കാര്യമില്ല ഈ അന്വേഷണം വരുമ്പോൾ. ഇപ്പോൾ അന്വേഷണം വരുന്നത് എന്താണ് നോക്കുമ്പോൾ തടയാൻ തോന്നുന്നത്, അന്ന് അവിടെ തടഞ്ഞിട്ട് മണ്ടത്തരമായെന്ന് പിന്നെ മനസ്സിലായി. കാരണം വീണ എന്ന് പറയുന്നത്, വീണയുടെ ബിസിനസ്സിനെ സംരക്ഷിക്കേണ്ട കാര്യം മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്താണ്? വീണ തായ്ക്കണ്ടി നടത്തുന്ന ബിസിനസ്സിനെ വീണ നോക്കിക്കോളും. ഇപ്പം അതുപോലെ തന്നെയാണ് ഇപ്പം റിയാസ് പറയുന്നത്, വീണയ്ക്ക് സ്വന്തമായിട്ട് ഇത് ബിസിനസ് ചെയ്യാനുള്ള കഴിവുണ്ട്, ഞങ്ങളുടെ ആരുടെയും സഹായമൊന്നും അവർക്ക് വേണ്ട. ശരിയാണ്. അങ്ങനെയുള്ളപ്പോൾ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടി എന്തിനാ ഇതിനെ തടയാൻ പോന്നേ? റിയാസിൻ്റെ സുഹൃത്തുക്കളെ ചോദ്യം ചെയ്തിട്ട് റിയാസിനെ ഇതിലേക്ക് വലിച്ചിടാനാണെന്ന്. റിയാസിനെതിരെ തെളിവുണ്ടെങ്കിൽ റിയാസും പ്രതിയാവും, സംശയമൊന്നുമില്ല. അതുണ്ടെങ്കിലല്ല ഉള്ളൂ. റിയാസ് പണമൊന്നും വാങ്ങിയിട്ടില്ലെങ്കിൽ പ്രശ്നമില്ല, റിയാസിൻ്റെ അക്കൗണ്ടിലേക്ക് ഒന്നും പോയിട്ടില്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പക്ഷെ റിയാസിൻ്റെ സുഹൃത്തുക്കളുടെ അക്കൗണ്ടിലേക്ക് പണം പോയിട്ടുണ്ടെന്നുള്ളത് അതിൻ്റെ രേഖകളുണ്ട്, അതാണ് പ്രശ്നം. ഏതായാലും അത് തടയാൻ പോയാൽ ഈ കഴിഞ്ഞ തവണ 65 ദിവസം കിടന്നെങ്കിൽ ഇനി ഇപ്പം ചിലപ്പോൾ അതിൽ കൂടുതൽ കിടക്കേണ്ടതായിട്ട് വരും. തടയുന്നുണ്ടും പ്രക്ഷോഭം നടത്തുന്നുണ്ടും ഒന്നും കുഴപ്പമില്ല, അത് തടയാനും പോകരുത്. പിന്നെ അവരെ ഉപദ്രവിക്കാനും അതുപോലെ നാശം വരുത്താനും ഒന്നും പോകരുത്. കാരണം അതൊന്ന് പഠിക്കണം, ഇല്ലെങ്കിൽ എല്ലാം കൂടെ അകത്താവും. അതുകൊണ്ട് MV ഗോവിന്ദനും ഇതൊന്നും മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലത്.